സുഹൃത്തുക്കളെ, എല്ലാവരും സുഖമാണെന്ന് കരുതട്ടെ. ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യൻ നിസ്സഹായനായി പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. വേദനകൾ കൊണ്ട് രാത്രി ഉറങ്ങാൻ കഴിയാതെ, വേദനകൾ കടിച്ചമർത്തി ജീവിത പങ്കാളിയും കുടുംബത്തിലെ വേണ്ടപ്പെട്ടവരുമെല്ലാം ഉറക്കത്തിലേക്ക് ആണ്ടുപോകുമ്പോഴും വേദന കൊണ്ട് എണീറ്റ് നടക്കുന്ന ചില മനുഷ്യരുണ്ട്. വേദന കൊണ്ട് ഉറങ്ങാൻ കഴിയാത്ത ചില മനുഷ്യർ നമുക്കിടയിലുണ്ട്. എൻ്റെ അയൽവാസികളുടെ കൂട്ടത്തിൽ ഒരു 21 വയസ്സുള്ള മകൾ വിവാഹം കഴിഞ്ഞ് ഒരു വർഷങ്ങൾക്ക് ശേഷം ക്യാൻസർ രോഗം ആ മകളെ പിടികൂടി. ഒരുപാട് വേദന ആ മകൾ കടിച്ചിറക്കി. ഒരുവിധം ആ കുട്ടി രോഗത്തിൽ നിന്ന് ഭേദപ്പെട്ടതിന് ശേഷം ഏതൊരു മനുഷ്യനും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ പെൺകുട്ടിയുടെ സ്ഥലത്ത് തന്നെ സ്വന്തമായൊരു ഭവനം നിർമ്മിച്ച് സന്തോഷത്തോടുകൂടി ഗൃഹപ്രവേശനം നടത്തി താമസം ആരംഭിച്ചു. 6-7 മാസങ്ങൾ കഴിയുമ്പോഴേക്ക് ക്യാൻസറിൻ്റെ 4th സ്റ്റേജിലേക്ക് മറ്റൊരു രോഗവും കൂടി കടന്നു വന്നു. വേദന വല്ലാതെ പിടിച്ചു മുറുക്കിയപ്പോഴും ഹോസ്പിറ്റലും ഡോക്ടറുമൊക്കെ ഇനി വീട്ടിൽ വിശ്രമിക്കട്ടെ, ചില വേദന സംഹാരികൾ കൊണ്ട് ആ പെൺകുട്ടി വേദനകൾ കടിച്ചമർത്തി. ഈ കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ ശ്വസന തടസ്സം അനുഭവപ്പെട്ടപ്പോൾ ആ പെൺകുട്ടിയുടെ ഭർത്താവ് പ്രത്യേക ഓക്സിജൻ സംവിധാനം വീട്ടിൽ തന്നെ ഒരുക്കി. ഏകദേശം ആ ജീവിത പങ്കാളിയും 10 വർഷക്കാലം കൊണ്ട് ആ മകൾക്ക് വേണ്ടി പ്രയാസപ്പെട്ട് ജീവിക്കുന്നു. തലേ ദിവസം തൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, വേദന എനിക്ക് കടിച്ചമർത്ത് ഞാൻ പ്രയാസപ്പെടുന്നുണ്ട്, ഇനി ചിലപ്പോൾ 1-2 ദിവസങ്ങൾ മാത്രമേ എനിക്ക് ബാക്കിയുണ്ടാകൂ. അങ്ങനെ ആ പെൺകുട്ടി ഇന്നലെ രാത്രി 12 മണിക്ക് യാത്രയായി. പല മനുഷ്യരും അനുഭവിക്കുന്ന വേദനകൾ പറയാൻ എളുപ്പമാണ്, സംസാരിക്കാൻ എളുപ്പമാണ്. പക്ഷെ അവരനുഭവിക്കുന്ന മാനസികമായ സംഘർഷങ്ങൾ, അവരനുഭവിക്കുന്ന മാനസികമായ വ്യാകുലതകൾ. 27 വർഷം ഈ ലോകത്ത് അച്ഛനോടും അമ്മയോടും ജീവിത പങ്കാളിയോടുമൊക്കെ ജീവിച്ചിട്ട് ഒരു രോഗം വന്ന് മക്കളെയും കുടുംബത്തെയുമൊക്കെ വിട്ടുപിരിയുന്ന ഒരു സന്ദർഭമുണ്ട്. ആ കുടുംബത്തിൻ്റെ വേദനയിൽ നമുക്കൊക്കെയും പങ്കാളികളാകാം. അത്തരം വേദനകളിൽ നിന്ന്, അത്തരം പ്രതിസന്ധികളിൽ നിന്ന് ദൈവം നമ്മെ പരിരക്ഷിക്കട്ടെ. നന്ദി, നമസ്കാരം.